ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പക്കോടയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് 1 കപ്പ് കടലമാവ്, 1/2 കപ്പ് മൈദ, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കറിവേപ്പില കുനുകുനാന്നരിഞ്ഞത്, നല്ലപോലെ കുനുകുനാന്നരിഞ്ഞത്, പിന്നെ സവോള കുനുകുനാന്നരിഞ്ഞത്. സവോള ലവേഴ്സിനൊക്കെ എത്ര വേണേലും എടുക്കാം. നല്ല ഒരുപാട് എടുക്കാണ്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പക്കോടയ്ക്ക് ഒരുപാട് ഉള്ളി വേണ്ട. ഞാനിപ്പോൾ 1 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ആഡ് ചെയ്യണത് എൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വിനാഗിരിയാണ്. ആ വിനാഗിരി ഞാനത് 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു സ്പൂൺ കൊണ്ടിട്ട് ഫസ്റ്റ് വെള്ളം ചേർക്കാണ്ട് ആ പൊടികളൊന്ന് മിക്സ് ആവാൻ വേണ്ടി സ്പൂണ് വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കുറച്ച് വെള്ളം നമ്മുടെ കയ്യിൽ വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് കളയണം. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കണ്ടില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കൈ വെച്ചിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ 1 സ്പൂൺ വെച്ചിട്ടേ മിക്സ് ചെയ്തിട്ടുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പം നമുക്ക് വെള്ളം പോരാന്ന് വരികിൽ ഫസ്റ്റ് മൊത്തം മിക്സ് ചെയ്തിട്ട് നോക്കണം. പോരാന്ന് വരിക നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പരുവാക്കി എടുക്കുക. ഇത് ഒരുപാട് ലൂസ് പരുവാക്കരുത്, ഒരുപാട് ടൈറ്റും ആക്കരുത്. ഒരു മീഡിയം ഇതിലാക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കുക. ഇനി നമുക്ക് നേരെ ഫ്രൈയിങ് സ്റ്റെപ്പിലോട്ടാണ്. ഫ്രൈയിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു ചീനിച്ചട്ടി വെക്കുക. അതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഒഴിക്കാം. എങ്ങനെ വേണേലും ഒഴിക്കുക. ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത്, ഒരുപാട് ഹൈ ഫ്ലെയിമിലോട്ട് കുക്ക് ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി. എന്നാലാണ് നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഒരു മീഡിയമിലാക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഭയങ്കര ലൂസ് പരുവാണെന്നുണ്ടെങ്കിൽ, ബാറ്റർ നല്ല പോലത്തെ ഒരു ലൂസ് പരുവത്തിലാണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്തോട്ട്. കാരണം നമ്മൾ കടലപ്പൊടി ഓൾറെഡി നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1 കപ്പ് ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ച് മൈദ ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ കോരി മാറ്റുക. അതേപോലെ തന്നെ നമ്മുടെ അതിൽ കളർ കുറവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു മഞ്ഞ കളറിലൊക്കെയാണ് വരണമെങ്കിൽ മഞ്ഞ കളറിലാണ് വരണമെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. കാരണം നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുള്ളൂ. എരിവിനനുസരിച്ചൊക്കെ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ കോരി ഒഴിക്കുക, കുറച്ചായിട്ട് ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് ഫ്രൈ ആയി വരും. നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത് കടിക്കുമ്പോൾ തന്നെ എന്ത് ടേസ്റ്റാണെന്ന് പറയുമോ. എന്നിട്ട് നമ്മൾ അത് കോരി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ എണ്ണ ഇല്ല എന്നുള്ള പോലെ തിന്നും. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്.